ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് റെസിൻ ആർട്ടിന് വേണ്ടി ഫ്ലവർ ഡ്രൈ ചെയ്യുന്നൊരു മെത്തേഡാണ് കാണിക്കുന്നത്. സിലിക്ക സാൻഡ് അല്ലെങ്കിൽ സിലിക്ക ജെല്ല് ഉപയോഗിച്ച് എങ്ങനെ ഡ്രൈ ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഇത് പോപ്പുലറായിട്ട് ഇപ്പോൾ എല്ലാ റെസിൻ ആർട്ടിസ്റ്റും ഇങ്ങനെയാണ് ഫ്ലവേഴ്സ് ഡ്രൈ ചെയ്യുക. ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സിലിക്ക സാൻഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ പുതിയ ബോട്ടിൽസ് എല്ലാം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പാക്കറ്റ് ഉണ്ടാവില്ലേ സിലിക്ക സാൻഡ്. അത് എന്തിനാണെന്ന് വെച്ചാൽ അതിലുള്ള മോയ്സ്റ്റ് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ നമ്മളെ ഫ്ലവറിലുള്ള നനവ് അബ്സോർബ് ചെയ്ത് അതിനെ ഡ്രൈ ആക്കാൻ വേണ്ടിയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് മാജിക്കൽ സിലിക്കയാണ്. മാജിക്കൽ സിലിക്ക എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ കളർ ബ്ലൂ ആണെങ്കിൽ ഇത് മോയ്സ്റ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ പിങ്ക് അല്ലെങ്കിൽ ഒരു വൈറ്റ് കളറായി മാറും. ഇപ്പം ഞാനിന്ന് 2 ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഒരു കണ്ടെയ്നർ എടുക്കുക. കണ്ടെയ്നർ എടുത്തിട്ട് കുറച്ച് സിലിക്ക സാൻഡ് ഇട്ടതിന് ശേഷം ഡ്രൈ ചെയ്യേണ്ട ഫ്ലവേഴ്സ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ 2 ഫ്ലവേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എത്രയാണ് ഫ്ലവേഴ്സ് നമുക്കത് വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ സിലിക്ക സാൻഡ് വെച്ച് കവർ ചെയ്ത് കൊടുക്കുക മൊത്തം. അങ്ങനെ നമ്മളൊരു 2 days 3 days ഒക്കെ വെച്ചാൽ തന്നെ നന്നായിട്ട് അതിൻ്റെ മോയ്സ്റ്റ് അബ്സോർബ് ചെയ്ത് കിട്ടും. അപ്പോൾ നമുക്കിത് 2 days മാറ്റി വെച്ച് കാണാം. ഇപ്പോൾ നമ്മൾ സിലിക്ക സാൻഡ് 2 days കഴിഞ്ഞിട്ടുണ്ട് വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ വെച്ച സാൻഡിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പിങ്ക് കളർ, ഒരു വൈറ്റ് കളർ, അങ്ങനത്തെ ഒരു കളറിലേക്ക് എത്തിയിട്ടുണ്ട്. കാരണം ഇത് അതിൻ്റെ മോയ്സ്റ്റൊക്കെ അബ്സോർബ് ചെയ്തത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ എടുക്കുമ്പോൾ നമ്മളെ ഫ്ലവേഴ്സൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മളെ ഫ്ലവറിൻ്റെ കളർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് റെസിന് ആർട്ടിസ്റ്റുകൾ ഇത് ഉപയോഗിക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്കിത് ഡ്രൈ ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ ഫ്ലവേഴ്സിൻ്റെ കളറും ഫെയ്ഡ് ആവാതെ നമുക്ക് ഫ്രഷ് പോലെ കിട്ടും. അപ്പോൾ നമ്മൾ റെസിൻ ഫ്രെയിംസൊക്കെ ചെയ്യുമ്പോൾ നല്ല ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച ഒരു ഫീൽ കിട്ടും നമുക്ക്. ഇപ്പോൾ ഈ യെല്ലോ റോസിൻ്റെ ഒക്കെ കളറ് ഒട്ടും ഫെയ്ഡ് ആവാതെ തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഫ്രഷ് ഫ്ലവർ പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഇത് നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് റെസിനിലേക്ക് ഇട്ടാലും ഒട്ടും റിയാക്റ്റ് ആവാൻ പോകുന്നില്ല. നമുക്ക് പല മെത്തേഡ്സ് വെച്ച് ഡ്രൈ ചെയ്യാം. വെയിലത്ത് വെച്ച് ഉണക്കാം, അതേപോലെ ബുക്കിൻ്റെ അകത്ത് വെച്ച് ഉണക്കാം, സിലിക്ക സാൻഡ് വെച്ച് ഡ്രൈ ചെയ്യാം. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ സിലിക്ക സാൻഡ് തന്നെ ആയിരിക്കും. കാരണം അതിൻ്റെ മോയ്സ്റ്റും പോകും, അതേപോലെ തന്നെ നമുക്ക് ഫ്ലവർ നല്ല ഫ്രഷ് പോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഫ്രെയിം ചെയ്തെടുക്കുമ്പോൾ നല്ല രസമായിട്ട് വരും. ഇനി നമുക്ക് ഈ സിലിക്ക ഇത് മാജിക്കൽ സിലിക്ക ആയതുകൊണ്ട് നമുക്ക് നോർമൽ സിലിക്ക കിട്ടും, വൈറ്റ് കളർ. അത് ഡ്രൈ ചെയ്താലും വൈറ്റ് കളറായിരിക്കും, യൂസ് ചെയ്തതിന് മുന്നേ വൈറ്റ് കളറായിരിക്കും. പക്ഷേ ഇത് ബ്ലൂ കളറായിരുന്നു, പിന്നെ അത് പിങ്കായി. അപ്പോൾ നമുക്ക് 2 മെത്തേഡിൽ ഇതിനെ റീചാർജ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇതിനെ വെയിലത്ത് വെച്ച്, ഇപ്പോൾ നമുക്ക് മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ അത് പോസിബിൾ അല്ല, പക്ഷേ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വെയിലത്ത് വെച്ച് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ കഴിഞ്ഞെടുക്കുമ്പോൾ അത് ബ്ലൂ കളറായിട്ടുണ്ടാവും. ഇനി രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യാത്തൊരു പാൻ എടുത്തതിന് ശേഷം അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഈ സിലിക്ക സാൻഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ടപ്പോൾ തന്നെ പാൻ ചൂടായതുകൊണ്ട് സൈഡൊക്കെ ബ്ലൂ കളറായി വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെയാണ് സിലിക്ക സാൻഡ്, മാജിക്കൽ സിലിക്ക റീചാർജ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്രാവശ്യം നമ്മൾ സിലിക്ക സാൻഡ് യൂസ് ചെയ്ത് അത് വൈറ്റ് കളറായതിന് ശേഷം നമുക്കൊന്നും കൂടി അത് ബ്ലൂ കളറായിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിലിക്ക സാൻഡ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് സിലിക്ക സാൻഡ് റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റീചാർജ് ആകുമ്പോൾ നമുക്ക് ബ്ലൂ കളറാവും. അതിനുശേഷം നമുക്കിത് ഒന്നും കൂടി യൂസ് ചെയ്യാം, ഡ്രൈ ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ബെസ്റ്റ് മെത്തേഡ് ഇത് തന്നെയാണ്, ഫ്ലവർ ഡ്രൈ ചെയ്യാൻ. ഇതന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.